പാലക്കാട് നെന്മാറ സജിത കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ചെന്താമരയുടെ ശിക്ഷ എന്താണ് എന്നത് മറ്റന്നാൾ നമുക്കറിയാം. ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം 16-ാം തീയതിയാണ് ഉണ്ടാവുക. 2019 അയൽവാസിയായ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊല്ലുന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും പുഷ്പയുമാണ് എന്ന ധാരണയിലാണ് ഈ കൊലപാതകം നടത്തിയത്. അതിനുശേഷം ചെന്താമര ജാമ്യത്തിലിറങ്ങി വീണ്ടും നാട്ടിലെത്തി 2 കൊലപാതകങ്ങൾ കൂടി ഇരട്ട കൊലപാതകം നടത്തി. സജിതയുടെ ഭർത്താവിനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തി. അങ്ങനെ നാടിനെ നടുക്കിയ 3 കൊടും കൊലപാതകങ്ങളാണ് ചെന്താമര ചെയ്തത്. അതിൽ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ അവിടെ സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ജനുവരി 27 ഇരട്ട കൊലപാതകം നടന്നത്. അയൽവാസിയായിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ചെന്താമരയുടെ രണ്ടാമതുമല്ല ഇരട്ട കൊലപാതകം നടത്തിയതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം വലിയ വീഴ്ചയുണ്ടെന്ന വിമർശനം ആ സമയത്തുണ്ടായിരുന്നു. കാരണം ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നാട്ടിൽ വന്ന് താമസിക്കുന്ന ചെന്താമര പിന്നീട് നിരവധി തവണ ഭീഷണിപ്പെടുത്തുകയും കൊലവിളി നടത്തുകയും അതിനുശേഷമാണ് കൊലപാതകം സംഭവിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ പോലീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സജിത കൊലപാതക കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം സാക്ഷികൾ ഈ കേസിൽ ഉണ്ടായിരുന്നു. ഈ കേസിൽ പ്രധാനപ്പെട്ട 52 പേരെയാണ് പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചത്. ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിലേക്ക്. 52 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കഴിഞ്ഞ മാസം 4-ന് വിചാരണ നടപടികൾ പൂർത്തിയായി. ചെന്താമരയാണ് ഈ കേസിലെ ഏക പ്രതി. ഇതിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികൾ ഈ കേസിൽ ഉണ്ടായിരുന്നു. 30-ലധികം രേഖകൾ, ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളൊക്കെ അടങ്ങുന്നതാണ് ചെന്താമരയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രം. നേരത്തെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഈ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് പ്രതി പറഞ്ഞു. ഇപ്പോൾ കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഒരു കൂസലും ഇല്ലാതെയാണ് ഈ വിധി പ്രസ്താവം ചെന്താമര കേട്ടുനിന്നത്. ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധി പാലക്കാട്ട് നിന്നോടൊപ്പം തന്നെ ശ്രീജി ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നു. ഷംന, ഇപ്പോൾ ഈ യാതൊരു പ്രതികരണവും ഇന്നിപ്പോൾ ചെന്താമരയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കറിയാം പ്രകോപനപരമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഇതിനു മുൻപ് പുറത്തിറങ്ങിയപ്പോൾ ചെന്താമര നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഷ്പയും അതുപോലെ തന്നെ ചെന്താമരയുടെ ഭാര്യയൊക്കെ ഇതിൽ മൊഴി നൽകിയ സമയത്ത് ചെന്താമരയുടെ പ്രകോപനപരമായ ചില പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് ഇനി ഏറ്റവും പുതിയ വിവരങ്ങൾ ഷംന അവിടെ നിന്ന് നൽകാനുള്ളത്? GK, ഇപ്പോൾ കുടുംബം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതായത് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. ഒപ്പം ഇനി 16-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്ന് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കോടതി തക്കതായ ശിക്ഷ തന്നെ ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിൽ തക്കതായ ശിക്ഷ തന്നെ നൽകും. അയാളെ പുറത്തിറങ്ങാൻ വിടാതെ കൊലക്കയർ ഉൾപ്പെടെയുള്ള വിധി ഉണ്ടാകും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ കുടുംബം പങ്കുവെച്ചത്. ഈ സജിതയുടെയും സുധാകരന്റെയും മക്കൾ നമ്മളോട് പറഞ്ഞത് അതാണ്. അവർക്ക് എന്തായാലും കോടതിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ ഇനി 16-ാം തീയതി എത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ചെന്താമര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിലും ഇയാൾക്ക് കുറ്റബോധമോ ഒരു തെല്ലുകൂസലോ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു ഇന്നും. ഒന്നും പറയാനില്ല എന്ന് കോടതിയോട് അത് തന്നെയാണ് പറഞ്ഞത്. കൂടുതലൊന്നും പറയാനില്ല എന്ന് തന്നെയായിരുന്നു. ഒപ്പം നേരത്തെ ഈ വിചാരണയൊക്കെ പൂർത്തിയായ ഘട്ടത്തിലടക്കം മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: തൂക്കുകയറാണെങ്കിൽ പോലും അതിനെയൊന്നും ഭയമില്ല, അതിനൊന്നും വകവെക്കുന്ന ആളല്ല താൻ എന്ന വെല്ലുവിളിയായിരുന്നു. ഒപ്പം ഈ ഭാര്യ പിണങ്ങി പോവാനുള്ള കാരണം അത് അയൽവാസിയായ സജിതയും മറ്റ് ഈ പ്രദേശത്തുള്ള ആളുകളുമാണെന്ന വിശ്വാസത്തിന്റെ പേരിൽ, അത്തരമൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. അന്ന് അതിനുശേഷം ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നു. പിന്നീട് 2019 ഓഗസ്റ്റ് 31-ാം തീയതിയാണ് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 2025 ജനുവരി 27-ന് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പിന്നീട് സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നുണ്ട്. അന്നും ഈ ലക്ഷ്മി അമ്മയെ എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് നിലവിളിച്ചു. അതായത് സുധാകരനെ കൊന്നപ്പോൾ നിലവിളിച്ചു, ഓടി വന്നു, അതുകൊണ്ടാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയൊക്കെ ആയിരുന്നു ആ കൊലപാതകം. അതിലൊക്കെ ഒരു തെല്ലും ഭയമില്ലാതെ ഒരു കൂസലില്ലാതെ തന്നെയാണ് ഇന്ന് ചെന്താമര ഉണ്ടായിരുന്നത്. എന്തായാലും 16-ാം തീയതി തക്കതായ ശിക്ഷ പ്രതിക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.